യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ തന്റേത് തന്നെയെന്ന് സമ്മതിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഭർത്താവുമായി ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് രാഹുലിനെ പരിചയപ്പെടുന്നതെന്ന് അതിജീവിത പോലീസിന് മൊഴി നൽകി. മുദ്രവെച്ച കവറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവുകൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി പരിഗണിക്കും. ഓഡിയോയും വാട്സപ്പ് ചാറ്റും രാഹുൽ തന്നെയാണെന്ന് ഞാൻ ചോദിച്ചോട്ടെ, അതൊരു ശരിയായ മാധ്യമ രീതിയാണോ? നിങ്ങൾ ഒരു വോയിസ് എൻ്റേതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം, അതായത് നിങ്ങളൊരു വോയിസ് കൊടുത്തു, ആ വോയിസ് കൊടുത്ത് പിന്നെ എൻ്റെ പാർട്ടല്ലേ? യുവതിയെ ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്ന ഓഡിയോ പുറത്തു വന്നതിന് ശേഷം ഇത് തന്റേതാണെന്ന് ഒരിക്കൽ പോലും രാഹുൽ സമ്മതിച്ചിരുന്നില്ല. എന്നാൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ കൊടുത്ത മുൻകൂർ ജാമ്യാപേക്ഷയിൽ അത് തന്റെ ശബ്ദമാണെന്ന് രാഹുലിന് സമ്മതിക്കേണ്ടി വന്നു. ഇതോടെ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതും രാഹുൽ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയാണ്. ഓഡിയോ മനഃപൂർവ്വം റെക്കോർഡ് ചെയ്ത് യുവതി കൊടുക്കുകയായിരുന്നുവെന്നാണ് രാഹുൽ ആരോപിക്കുന്നത്. വിവാഹിതയായ യുവതി അത് മറച്ചുവെച്ചാണ് അടുപ്പമുണ്ടാക്കിയതെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടം അനുകൂലികളുടെ പ്രചരണം. എന്നാൽ ഇത് തെറ്റാണെന്നാണ് യുവതിയുടെ മൊഴി. വിവാഹിതയാണെന്ന വിവരം രാഹുലിനോട് പങ്കുവച്ചിരുന്നുവെന്നാണ് യുവതി അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 22-ാം തീയതിയായിരുന്നു യുവതിയുടെ വിവാഹം. ക്രൂരമായ അനുഭവമാണ് ഭർത്താവിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത്. ഇതിനെ തുടർന്ന് 1 മാസത്തിന് ശേഷം ഭർത്താവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. പിന്നീട് 5 മാസങ്ങൾക്ക് ശേഷമാണ് രാഹുലിനെ പരിചയപ്പെടുന്നതും അടുക്കുന്നതും. യുവതി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നെന്ന് മൊഴി നൽകിയിട്ടുള്ള സമയങ്ങളിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്നുവെന്നാണ് രാഹുലിന്റെ വാദം. യുവതിയുടെ തീരുമാനപ്രകാരമാണ് ഗർഭചിത്രം നടത്തിയെന്ന തെളിവുകളും രാഹുൽ കോടതിയിൽ സമർപ്പിച്ചതായാണ് വിവരം. അതിനിടെ രാഹുൽ ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയെന്ന് സ്ഥിരീകരിക്കുന്നതാണ് അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ. രാഹുൽ വഞ്ചിയൂരിലെ ഓഫീസിലെത്തിയെന്നാണ് രേഖകളിലുള്ളത്. രാഹുൽ കേരളം വിട്ടിട്ടില്ല എന്നാണ് വിവരം. മീഡിയ 1 തിരുവനന്തപുരം.